ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകും. സിറ്റിംഗ് എം.പിമാരിൽ കെ.പി.സി.സി പ്രസിഡന്റിനും ഇളവില്ല. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം സുധാകരന് നിർദ്ദേശം നൽകി. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തനിക്കൊരു നിർദ്ദേശവും കിട്ടിയിട്ടില്ലെന്ന് കെ സുധാകരൻ. എനിക്ക് നിർദ്ദേശം കിട്ടിയില്ല. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇങ്ങനൊരു നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അത് സുധാകരൻ അറിഞ്ഞിരിക്കണം. തൽക്കാലം പ്രതികരിക്കാതിരിക്കുന്നു എന്നാണോ ഈ മറുപടിയിൽ നിന്ന് കരുതേണ്ടത്? തീർച്ചയായിട്ടുമാണ് വേണു. സുധാകരൻ ഇങ്ങനെയൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നേ പറയുന്നുള്ളൂ. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദം അത്ര ശക്തമാണ് എന്നത് തന്നെയാണ്. അദ്ദേഹം ഈ തീരുമാനത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദേശീയ നേതൃത്വം അവരുടെ നിലപാടിൽ തുടരുകയാണ്. സുധാകരൻ തന്നെ മത്സരിക്കണം കണ്ണൂരിൽ. സുധാകരൻ ചില നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അനുയായികളുടെ പേര് ഒക്കെ വെച്ചിരുന്നു. പക്ഷെ ആ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. മാത്രമല്ല അവ വിജയ സാധ്യത എത്രമാത്രം ഉണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളും ദേശീയ നേതൃത്വത്തിനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുധാകരനോട് തന്നെ മത്സരിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സമീപ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലം ഇതിനാധാരമായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ കോൺഗ്രസ് ദേശീയ നേതൃത്വം വളരെ കൃത്യമായിട്ട് സുധാകരനോട് മത്സര രംഗത്തുണ്ടാകണം. കെ.പി.സി.സി പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഇളവ്, കഴിഞ്ഞ തവണ മുല്ലപ്പള്ളിക്ക് നൽകിയ ഇളവ് ഇത്തവണ സുധാകരൻ ഉണ്ടാകില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. രാധാകൃഷ്ണൻ, ഈ കഴിഞ്ഞ ദിവസത്തെ വിവാദം എന്ന് പറയുമ്പോൾ അസഭ്യ പ്രസ്താവന വിവാദമാണോ? അതും ദേശീയ നേതൃത്വം പരിഗണിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ മത്സരിക്കട്ടെ, പിന്നെ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ പിന്നെ മാറുക, അങ്ങനെയൊക്കെയുള്ള പല നീക്കങ്ങളുടെ തുടക്കമാണോ ഇത്? വേണു, ഇതില് രണ്ട് വിധത്തിൽ നമുക്ക് കാണാം. ഒന്ന്, കെ.പി.സി.സി പ്രസിഡന്റ് എന്ന രീതിയിൽ മത്സരിക്കേണ്ട എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള ഒരു തീരുമാനമോ നിർദ്ദേശമോ ഈ കെ.പി.സി.സി പ്രസിഡന്റിന്റെ പദവിയുടെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടില്ല എന്ന് ദേശീയ നേതൃത്വം പറയുന്നുണ്ട്. സുധാകരൻ മത്സരിക്കണം, കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കണം എന്ന തീരുമാനമാണ് തങ്ങൾക്കുള്ളത്. കെ.പി.സി.സി അധ്യക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷത്തെ രീതിയാണെന്നുണ്ടെങ്കിൽ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്ന ഒരു സാഹചര്യം ഇല്ല. അതിന് ആ വിധത്തിലാണ് ചർച്ചകൾ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരമില്ല. മറിച്ച് സുധാകരൻ മത്സരിക്കണം എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വം നിർബന്ധം എടുത്തിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് സുധാകരൻ സ്ഥാനാർത്ഥിയാകും. രാധാകൃഷ്ണൻ, ഇത് വിജയസാധ്യത തന്നെ പ്രധാനമായും പരിഗണിച്ചുള്ള തീരുമാനമെന്നാണോ കരുതേണ്ടത്? കൂടാതെ മറ്റു പേരുകൾ വന്നിരുന്നു, അത് വലിയ ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കും. ഇനിയും തർക്കവിതർക്കങ്ങളിലേക്ക് പോവുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയും ചെയ്യും. ഇതൊക്കെ പരിഗണിക്കുകയുണ്ടായോ ഹൈക്കമാൻഡ്? തീർച്ചയായിട്ടും അതൊക്കെ പരിഗണിച്ചിട്ടുണ്ടാകണം. ഈ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിവായിട്ടില്ല. മറിച്ച് ഈ സംഘടനാ തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം ഇതാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സുധാകരൻ മത്സരിക്കട്ടെ എന്ന ഒരു നിർദ്ദേശത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.